ദീപകിന്റെ ഈ പദ്ധതി വന്നാൽ കേരളത്തിൽ ആയിരങ്ങൾ അകത്ത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയുടെ കടുത്ത ആരാധകനാണ് ചെന്നൈ സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരൻ ദീപക് ശിവകുമാർ. ദീപക് ശിവകുമാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം വിജയുടെ കടുത്ത ആരാധകനായതുകൊണ്ട് മെയ് 10-ാം തീയതി വിജയ് അധികാരത്തിലെത്തിയപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ദീപക് ശിവകുമാറിന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ദീപക് ശിവകുമാറിനെ മാത്രമല്ല, തമിഴ്നാടിന്റെ ആകെ തന്നെ ഭാവി മാറ്റിക്കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സംഭവം എന്താണ്? വിജയ് സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, താൻ ആദ്യം മുൻഗണന നൽകുന്നത് അഴിമതി തുടച്ചു നീക്കാനാണ്. ഇതിലെന്താണ് ഇത്ര പ്രത്യേകത? ഇതിലെന്താണ് ഇത്ര പുതുമ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വരുമ്പോൾ, എല്ലാ മന്ത്രിസഭകളും അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ് അഴിമതി ഞങ്ങൾ തുടച്ചു നീക്കും. പ്രകടന പത്രികയിലടക്കം പറയുന്നത് അഴിമതി തുടച്ചു നീക്കുമെന്നാണ്. ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുൻഗണനാ ക്രമത്തിൽ വരുന്ന ആദ്യത്തെ ഒരു വാചകമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഴിമതി ഉണ്ടാവില്ല, അഴിമതിയുടെ വേരർക്കും തുടങ്ങിയിട്ടുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ നമ്മൾ ജനങ്ങൾ, സാധാരണക്കാരായ നമ്മൾ ഇത് കേട്ടിട്ട് പോയി വോട്ടുകുത്തും, ഇവർ ജയിക്കും. പക്ഷേ ഇവർ ആദ്യം തുടങ്ങി വെക്കുന്നത് അഴിമതിയാണ്. എവിടെ നോക്കിയാലും കൈക്കൂലി, എന്തിനും കൈക്കൂലി, പാവപ്പെട്ടവന്റെ പോക്കറ്റ് പിടിച്ചു പറിക്കുന്ന കൈക്കൂലി. അത്തരത്തിലാണ് ഇന്ത്യയിലെമ്പാടും ജനാധിപത്യം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തല കുനിച്ചു പറയേണ്ടി വരും. അഴിമതി ഇല്ലാത്തത് എവിടെയാണ്? എവിടെയാണ് അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കിയ പ്രദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഉത്തരം മുട്ടും. അത്രമാത്രം അഴിമതിയാണ് ഇന്ത്യയിലെമ്പാടുമുള്ളത്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അഴിമതിക്കെതിരെ കൃത്യമായ ഒരു നടപടിയെടുക്കാനോ പൂർണ്ണമായി തുടച്ചു നീക്കാനോ കഴിഞ്ഞിട്ടില്ല. ചില സർക്കാരുകൾക്ക് അഴിമതി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അടച്ചു പറയുകയല്ല. പല സർക്കാരുകളും, ഇന്ത്യയിലെ പല സർക്കാരുകളും ഇച്ഛാശക്തിയോടുകൂടി അഴിമതിക്കെതിരെ പോരാടുകയും അഴിമതി കുറച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 100% അഴിമതി വിമുക്തമാക്കാൻ ഒരു സർക്കാരിനും ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി മറുപടി പറയേണ്ടി വരും. അവിടെയാണ് 30 വയസ്സുകാരനായ ചെന്നൈ സ്വദേശി ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദീപക് ശിവകുമാറിന്റെ പ്രസക്തി. എന്താണ് ദീപക് ശിവകുമാർ ചെയ്ത കാര്യം? അദ്ദേഹം മെയ് 10-നുള്ള വിജയുടെ ഈ പ്രസംഗം കേട്ടു. അതായത് TVK അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അഴിമതി തുടച്ചു നീക്കും എന്നുള്ള വിജയുടെ ആ ഒരു പ്രഖ്യാപനം അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആവർത്തിച്ചു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധകൻ കൂടിയായ, വിജയുടെ കടുത്ത ആരാധകൻ കൂടിയായ ദീപക് ശിവകുമാർ തലപുകഞ്ഞ് ആലോചിച്ചു, എങ്ങനെയാണ് ഈ സർക്കാർ പെട്ടെന്ന് അഴിമതി ഇല്ലാതാക്കുക? എന്തെല്ലാം മാർഗങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത്? പഴയ മാർഗങ്ങൾ തന്നെയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക, വിജിലൻസിൽ പരാതിപ്പെടുക, അതത് വകുപ്പുകളിൽ പരാതിപ്പെടുക. ഏത് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണോ കൈക്കൂലി മേടിച്ചത് ആ വകുപ്പിലേക്ക് രേഖാമൂലം പരാതി നൽകി. ഇതിനൊന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നേ, അത് യാഥാർത്ഥ്യമാണ്. വെറുതെ ഈ പാവപ്പെട്ടവന്റെ പൈസയും പോകും, സമയം പോകും എന്നതിനപ്പുറത്തേക്ക് ഇതിലൊക്കെ നടപടി വരുന്നത് വളരെ കുറവാണ്. ഏത് വലിയ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാലും ഇത്തരത്തിലെ സർക്കാർ സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ ആർക്കും തകർക്കാൻ പറ്റാത്ത വിധമുള്ള കോൺക്രീറ്റഡ് ആയിട്ടുള്ള വളരെ അടിയുറച്ച ഒരു സിസ്റ്റമാണ്. അവിടെ കാലാകാലങ്ങളായി അഴിമതി നടക്കുന്നു. ആ അഴിമതിയെ കുറച്ചു കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായും തുടച്ചു മാറ്റുക ഒരു കാരണവശാലും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്ന് അനുഭവങ്ങൾ നമ്മളെ തെളിയിച്ചിട്ടുണ്ട്. അവിടെ ദീപക് ശിവകുമാർ എന്ന് പറയുന്ന 30 വയസ്സുകാരൻ ആലോചിച്ചു തുടങ്ങി, എന്താണ് ഇതിനൊരു മാർഗം? അദ്ദേഹം അങ്ങനെ ഒരു മാർഗം കണ്ടുപിടിച്ചു. ഒരു തുറന്ന വെബ്സൈറ്റ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. അതായത് ആ വെബ്സൈറ്റിന്റെ ടാഗ് ലൈൻ ഇതാണ്, കൈക്കൂലിയെ കുറിച്ച് തുറന്നു പറയൂ, അഴിമതിക്ക് തകർക്കൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ടാഗ് ലൈൻ. ആ വെബ്സൈറ്റിന്റെ പേര് മക്കൾ സാക്ഷി എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ മക്കൾ സാക്ഷി. മക്കൾ സാക്ഷി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഈ ദീപക് ശിവകുമാർ തുറന്നു. കൃത്യമായി പറഞ്ഞാൽ മെയ് 27-ന് വിജയ് അധികാരത്തിലെത്തുന്നത്
മെയ് 10-നാണ് എന്നോർക്കണം. വിജയുടെ പ്രസംഗം മെയ് 10-നാണ്. അതിനു മുൻപും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തും പ്രചരണ കാലത്തും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെ ശിവകുമാറിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിയിരുന്നു. എങ്ങനെയാണ് ഈ അഴിമതി തുടച്ചു നീക്കാൻ പോകുന്നത്? വിജയ്ക്ക് മുന്നിൽ എന്തെങ്കിലും മാജിക്കുണ്ടോ? ഇല്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു മന്ത്രിസഭയുടെ തുടർച്ച മാത്രമാണ്. പല പുതിയ നടപടി എടുക്കാമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്ന ഈ അഴിമതിക്കെതിരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാപ്സൂളുകളൊന്നുമില്ല എന്ന് ശിവകുമാറിന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് മെയ് 27-ാം തീയതി ശിവകുമാർ മക്കൾ സാക്ഷി എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടൽ തുറന്നത്. ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും എന്തും തുറന്നു പറയാം. ആ പേര് വെളിപ്പെടുത്തണമെന്നുള്ള കാര്യമില്ല. ആർക്കും വേണമെങ്കിലും ഏത് അഴിമതി നടന്നെങ്കിലും ഏതെങ്കിലും ആൾക്കാർക്ക് കൈക്കൂലി നൽകേണ്ടി വന്നെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തിന് MRPയേക്കാൾ അധികം വില ഈടാക്കിയെങ്കിലും അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഏത് തരത്തിലുള്ള അഴിമതിക്കും തീവെട്ടിക്കൊള്ളയ്ക്കുമെതിരായി പരാതി നൽകാനുള്ള ഒരു ഇടമായി മക്കൾ സാക്ഷി മാറി. ഇതോടുകൂടി ഇത് സാധാരണക്കാരൻ ഏറ്റെടുത്തു. ദീപക് ശിവകുമാർ ആദ്യം ചെയ്ത ഒരു കാര്യം, അവിടുത്തെ മദ്യ വിപണനശാലയുണ്ടല്ലോ, നമ്മുടെ ബെബ്കോ പോലെ തമിഴ്നാട്ടിൽ ടാസ്മാക് എന്നാണ് മദ്യവിൽപ്പനശാല, സർക്കാരിന് കീഴിലുള്ള മദ്യവിൽപ്പനശാലകൾ അറിയപ്പെടുന്നത്. വിജയ് വന്ന് 717 ഈ മദ്യശാലകൾ പൂട്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്തുള്ള, അതേപോലെ ആരാധനാലയങ്ങൾക്കടുത്തുള്ള, അതേപോലെ ബസ് സ്റ്റാൻഡുകൾക്കടുത്തുള്ള 500 മീറ്റർ ചുറ്റളവിലെ 717 ടാസ്മാക് മദ്യശാലകൾ വിജയ് അധികാരത്തിൽ ഏറിയ ശേഷം അടച്ചുപൂട്ടി എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതും ദീപകിനെ സ്വാധീനിച്ചു. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം മദ്യവിൽപ്പനശാലകളിൽ MRPയിൽ കവിഞ്ഞ് 10 രൂപ ഈ സാധാരണക്കാരായിട്ടുള്ള മദ്യപിൽ നിന്ന് ഈ മദ്യശാല ഉദ്യോഗസ്ഥർ വാങ്ങുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവിടുത്തെ മദ്യശാലകളിൽ കശപിശ ഉണ്ടാകുന്നത് ഈ 10 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. പലരും ഇത് പരാതിപ്പെടാറില്ല. 10 രൂപ പോന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഇവർ ഈ 10 രൂപ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം തന്നെ ഒരു ടാസ്മാക് ഈ പറയുന്ന അവിടുത്തെ ഔട്ട്ലെറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് മിനിമം ഒരു 50,000 രൂപയെങ്കിലും അധികം ലഭിക്കും. കാരണം ആയിരക്കണക്കിന് പേരാണ് ഒരു ദിവസം ഇവിടെ നിന്ന് മദ്യശാലയിൽ നിന്ന് മദ്യം വാങ്ങുന്നത്. അതാണ് ദീപക് ശിവകുമാറിന്റെ കണ്ണിൽ ആദ്യം ഉടക്കിയ ഒരു അഴിമതി. അതിനെതിരെ പരാതി പറയാൻ അദ്ദേഹം ഈ വെബ്സൈറ്റിലൂടെ ആഹ്വാനം ചെയ്തു. 100 കണക്കിന് പരാതികൾ, പാവപ്പെട്ടവരുടെ 100 കണക്കിന് പരാതികൾ, അങ്ങനെ പരാതികൾ കൊണ്ട് നിറഞ്ഞു തുടങ്ങി ഈ ഒരു വെബ്സൈറ്റ്. പിന്നീട് ഇതിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് മാറി. ഈ പറയുന്ന മദ്യവിൽപ്പനശാലകളിലെ 10 രൂപ എന്ന് പറയുന്ന അഴിമതിക്ക് അപ്പുറത്തേക്ക് ഭൂമിയിലെ രജിസ്ട്രേഷൻ, വില്ലേജ് ഓഫീസിലെ കൈക്കൂലി, വൈദ്യുതി കണക്ഷൻ കിട്ടണമെങ്കിൽ കൊടുക്കേണ്ട കൈക്കൂലി, പഞ്ചായത്ത് ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്നാൽ അവിടുത്തെ കൈക്കൂലി, പോലീസ് സ്റ്റേഷനിൽ കേസ് ഒത്തുതീർപ്പാനായി ആക്കാനുള്ള കൈക്കൂലി, മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള കൈക്കൂലി, സർക്കാർ ആശുപത്രികളിലെ കൈക്കൂലി, സർക്കാർ ഓഫീസുകളിൽ ഫയൽ നീങ്ങാൻ വേണ്ടി വാങ്ങുന്ന കൈക്കൂലി, അങ്ങനെ പരാതികളുടെ പ്രവാഹമായി ദീപക് ശിവകുമാറിന്റെ ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കാതെ, താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്റെ പോക്കറ്റിൽ എന്തെങ്കിലും തിരികെ വെക്കാതെ ഒരു കാര്യം സാധിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും യാഥാർത്ഥ്യം. കേരളത്തിൽ ഒരു പരിധിവരെ അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും കൈക്കൂലി കേരളത്തിൽ വളരെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വെബ്സൈറ്റ്, അതായത് ദീപക് ശിവകുമാറിന്റെ മക്കൾ സാക്ഷി എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് വളരെ വേഗം വിജയുടെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം ഈ വെബ്സൈറ്റിൽ ഇടപെട്ടു തുടങ്ങി. അവിടെ വരുന്ന പരാതികൾ ഉടനടി തന്നെ പരിഹരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ ഈ മക്കൾ സാക്ഷിയിലേക്ക് വരുന്ന പരാതികൾക്ക് ഞൊടിയിടയിൽ അവിടെ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ തെറിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഈ പറയുന്ന പാവപ്പെട്ട ആൾക്കാർ നൽകുന്ന കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്ന പരാതികൾ, ആ പരാതികളിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. മണിക്കൂറുകൾക്കകം ഉദ്യോഗസ്ഥർ തെറിക്കുന്നു. ഇതാണിപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന സ്ഥിതി. ഈ ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നാൽ കേരളത്തിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം തമിഴ്നാട്ടിൽ തെറിച്ചു തുടങ്ങി. അതുപോലെ നമ്മുടെ കേരളത്തിലും ഇത്തരം ഒരു
പദ്ധതി കൊണ്ടുവന്നാൽ അത് ആയിരക്കണക്കിന് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ തെറിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ദീപക് ശിവകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ പോർട്ടലുമായി ബന്ധപ്പെട്ട് 5 പൈസ ആരുടെ കയ്യിൽ നിന്നും വേണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങിയത്. ഇതിന്റെ സേവനത്തിനായി 1 രൂപ പോലും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇങ്ങോട്ടും വാങ്ങിക്കുന്നില്ല. ഇത് തുറന്ന ഒരു പുസ്തകമാണ്. ആർക്കും വേണമെങ്കിൽ ഇവിടെ വന്ന് പരാതിപ്പെടാം, ആർക്കും വേണമെങ്കിൽ പേര് പറഞ്ഞുകൊണ്ടോ പറയാതെയോ ഇവിടെ വന്ന് പരാതിപ്പെടാം. നിങ്ങൾക്കൊരു പക്ഷേ പേര് പറയാൻ പേടിയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ പേരും നിങ്ങളുടെ അഡ്രസ്സും മറച്ചു വെക്കൂ, യാതൊരു പ്രശ്നവുമില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ആർക്കാണ് കൈക്കൂലി കൊടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് കൈക്കൂലി കൊടുത്തത്? ആ ഉദ്യോഗസ്ഥൻ എവിടെ ഉണ്ട്? എവിടെ വെച്ചാണ് നിങ്ങൾ കൈക്കൂലി കൊടുത്തത്? എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അയാൾ ചോദിച്ചു വാങ്ങിയത്? അയാൾ നൽകേണ്ടുന്ന സേവനം, അയാളുടെ ഡ്യൂട്ടിയാണത്. ആ സേവനത്തിന് സർക്കാർ പൊതുഖജനാവിൽ നിന്നും പണം കൊടുക്കുന്നുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും 1 രൂപ വാങ്ങാൻ പോലുമുള്ള അധികാരം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കില്ല. 1 രൂപ അധികം വാങ്ങിയാൽ അത് കൈക്കൂലിയാണ്. ദീപക് തുറന്നിട്ട ആ ഒരു വഴി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിനെണ്ണം അകത്താകുമെന്നുള്ളതാണ് പ്രധാന കാര്യം. ഇവിടെ ഓർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇച്ഛാശക്തിയാണ്, ഭരിക്കുന്നവരുടെ ഇച്ഛാശക്തിയാണ്. വിജയിയെ സംബന്ധിച്ച് വിജയ്ക്ക് കൃത്യമായ ഇച്ഛാശക്തിയുണ്ട്. അഴിമതിയെ തുടച്ചു നീക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് കൃത്യമായി നടപ്പിലാക്കി കാണിക്കുന്നു. അത് ദീപക് ശിവകുമാറിന്റെ വെബ് പോർട്ടൽ വഴിയും അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് തന്നെ അഴിമതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കാരണം വിജയ്ക്ക് അങ്ങനെ നാട്ടുകാരുടെ പണം മേടിച്ച് കഴിയേണ്ടുന്ന ആവശ്യമില്ല. അദ്ദേഹം സ്വന്തമായി അധ്വാനിച്ച് കോടിക്കണക്കിന് രൂപ ബാങ്കിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരുടെ 1 രൂപ പോലും വേണ്ടാത്ത ആളാണ് വിജയ്. അദ്ദേഹത്തിന് പണത്തോട് ആർത്തിയില്ലാത്ത ആളാണ്. അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ ജീവിതം കെട്ടിപ്പടുത്തു കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത് 200-250 കോടി രൂപയാണ്. അങ്ങനെ അദ്ദേഹത്തിന് സ്വന്തമായി ആയിരക്കണക്കിന് കോടിയുടെ വരുമാനമുണ്ട്. പിന്നെന്തിനാണ് വിജയ് മറ്റുള്ളവരുടെ പിടിച്ചു പഠിക്കുന്നത്? അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, ഞാൻ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയ പണം എൻ്റെ കയ്യിലുണ്ട്, അത് തന്നെ എനിക്ക് ധാരാളമാണ്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ 1 രൂപ പോലും എനിക്ക് വേണ്ട എന്ന് വിജയ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിജയ് പോലെ നട്ടലുള്ള ഒരു മുഖ്യമന്ത്രി വരികയും ഇത്തരം അഴിമതിക്കാർക്കെതിരെ കർശന നടപടികൾ എടുക്കുകയും ചെയ്താൽ നമ്മുടെ ഈ സാമൂഹിക രംഗം ക്ലീൻ ആകും, നമ്മുടെ സമൂഹം അഴിമതി മുക്തമാകും. ഓരോ പൗരന്മാർക്കും നീതി കിട്ടും. അതിന് വേണ്ടത് നട്ടലുള്ള ചങ്കുറപ്പുള്ള ഇത്തരം ദീപക് ശിവകുമാർമാരും വിജയുമാരുമാണ് നമുക്ക് വേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.